एनडीए शोरुतगढ़े आने वाले चुनाव केरला की दशा और दिशा को बदलने का चुनाव है। जब केरला के फ्यूचर की बात आती है तो आपने अब तक दो पक्ष ही देखे हैं। एक तरफ एलडीएफ और दूसरी तरफ यूडीएफ, और इन दोनों ने बारी बारी से केरला को तबाह किया है। लेकिन एक तीसरा पक्ष भी है। वो पक्ष डेवलपमेंट का है, गुड गवर्नेंस का है, बीजेपी एनडीए का है। एलडीएफ और यूडीएफ के लोगों ने केरला को करप्शन, कुशासन और अपीजमेंट की खतरनाक राजनीति में झोंक दिया है। പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ തലവരെയും ഭാവിയും മാറ്റാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ കേരളത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ, കേരളത്തിന്റെ ഭാവിയെപ്പറ്റി പറയുമ്പോഴൊക്കെ നാം രണ്ടു പക്ഷത്തെപ്പറ്റി മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ടു പക്ഷത്തെ മാത്രമായിരുന്നു നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വശത്ത് ഇടതുപക്ഷം, മറുവശത്ത് വലതുപക്ഷം. ഇവർ രണ്ടുപേരും കൂടി കേരളത്തെ മാറി മാറി ഭരിച്ച് തകർത്തെറിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടിയുണ്ട്. ആ പക്ഷം വികസനത്തിന്റെ പക്ഷമാണ്, സദ്ഭരണത്തിന്റെ പക്ഷമാണ്, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻഡിഎയുടെ പക്ഷമാണ്. ഇടതു വലതു മുന്നണികൾ കേരളത്തെ അഴിമതിയിൽ, ദുർഭരണത്തിൽ, അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തിലൊക്കെ മുക്കി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, एलडीएफ और यूडीएफ, इन दोनों के झंडे अलग है, सिंबल अलग है, लेकिन इनकी पॉलिटिक्स, इनका एजेंडा एक ही है। झंडा अलग है, एजेंडा एक है। फुल करप्शन, जीरो अकाउंटेबिलिटी, फुल कम्युनलिज्म, जीरो रिस्पॉन्सिबिलिटी। एलडीएफ और यूडीएफ को पता है कि 5 या 10 साल बाद उन्हें ही मौका मिलता है। इसलिए यहां सरकार तो बदलती है, लेकिन सिस्टम वही रहता है। अब आपको सही मायने में नई सरकार बनानी है। केरला के लिए प्रो पीपल, प्रो डेवलपमेंट सरकार बनानी है, और ये काम बीजेपी एनडीए यही कर सकती है। പ്രിയപ്പെട്ടവരെ, സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പതാകകൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാം, ചിഹ്നം രണ്ടായിരിക്കാം. എന്നാൽ ഇവരുടെ രാഷ്ട്രീയം, ഇവരുടെ അജണ്ട ഒന്നു തന്നെയാണ്. ഒരു വശത്ത് ആരോടും കടപ്പാടില്ലാത്ത സമ്പൂർണ്ണ അഴിമതി, ആരോടും ഉത്തരവാദിത്തമില്ലാത്ത സമ്പൂർണ്ണ വർഗീയത. ഇവരെ രണ്ടുപേരും സാധാരണ ധരിക്കുന്നത് 5-10 വർഷം കാത്തിരുന്നാലും വീണ്ടും ഭരിക്കാൻ അവസരം കിട്ടുമെന്നാണ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷ. അതുകൊണ്ടാണ് നാളിതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മാറിയെങ്കിലും സംവിധാനം ഒന്നു തന്നെയായി ഇവിടെ നിലനിൽക്കുന്നത്. ഇനിയാണ് യഥാർത്ഥ അർത്ഥത്തിൽ ഒരു പുതിയ സർക്കാർ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്കായുള്ള ഒരു സർക്കാർ, വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി നിറവേറ്റുക തന്നെ ചെയ്യും. एलडीएफ और यूडीएफ, उनके जो यहां इकोसिस्टम है, जिन्होंने आंखों पे पटरी बांध करके बैठे हुए हैं, मेरी बात सुन लीजिए और थोड़ा दिमाग खोल करके सोचिए।
आप देखते हैं केरला में ज्यादातर 5 साल एलडीएफ फिर 5 साल यूडीएफ, 5 साल यानी वही आते जाते रहते हैं। आप मुझे बताइए ऐसा क्या हुआ कि त्रिपुरा में 30 साल से ये लेफ्ट वालों की सरकार चल रही थी और उसके बाद वहां की जनता ने तंग आकर के, थक करके बीजेपी को मौका दिया और आज दोबारा वहां बीजेपी की सरकार चल रही है और वहां एलडीएफ का नामो निशान नहीं बचा है, लेफ्ट का नामो निशान नहीं बचा। कारण ये जो मिली भगत थी बीजेपी के आने के बाद वो मिली भगत खत्म हो गई। बंगाल देखिए 35-40 साल तक लेफ्ट ने राज किया था, वहां सरकार बदली और उसने लेफ्ट के खिलाफ जंग किया और परिणाम क्या हुआ? आज बंगाल में लेफ्ट वालों को चुनाव लड़ने के लिए उम्मीदवार नहीं मिल पाते हैं, लेकिन केरल में ऐसा नहीं होता है, इसलिए क्योंकि दोनों की मिली भगत है। 5 साल तुम बैठो फिर 5 साल हम आएंगे, न हम तुम्हें परेशान करेंगे न तुम हमें परेशान करोगे। अगर केरला को बचाना है, अगर केरला को आगे बढ़ाना है तो एलडीएफ यूडीएफ की इस जोड़ी को तोड़ना ही होगा और परिवर्तन लाना ही होगा। നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞു ഭരണം മാറുന്നുണ്ടെങ്കിലും എക്കോ സിസ്റ്റം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇവിടെ നിലനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബുദ്ധി ഉപയോഗിച്ച് അല്പം കൂടി ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ 5 വർഷം ഇടതുപക്ഷം 5 വർഷം വലതുപക്ഷം എന്ന രീതിയിലാണ് ഭരണം നടക്കുന്നത്. നിങ്ങൾ എന്നോട് പറയൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ത്രിപുരയിലെ ഉദാഹരണം എടുക്കാം. ത്രിപുരയിൽ 30 വർഷമാണ് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചത്. അതിനുശേഷം അവിടെ ജനങ്ങൾ മാറി ചിന്തിച്ചു, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം നൽകി. ഇന്ന് തുടർച്ചയായി 2ാം തവണയും ഭാരതീയ ജനതാ പാർട്ടി ത്രിപുര ഭരിക്കുകയാണ്. ഇന്നവിടെ എൽഡിഎഫിനെ പേരിന് പോലും കാണാൻ കിട്ടുന്നില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ ഇവരുടെ അഴിമതിയും ഐക്യവും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ബംഗാളിന്റെ ഉദാഹരണം എടുത്താൽ 35-40 വർഷക്കാലം ബംഗാൾ ഇടതുമുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സർക്കാർ മാറി ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്ത് ഇന്ന് അവിടെ പുതിയൊരു സർക്കാർ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഇടതുപക്ഷത്തിന്റെ ടിക്കറ്റിൽ മത്സരിക്കാനൊരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടുന്നില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ സംഭവിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്, വിട്ടുവീഴ്ച രാഷ്ട്രീയമാണ്, ഐക്യമാണ് ഇതിന് കാരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തെ രക്ഷിക്കണമെങ്കിൽ, കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ ഇടതു വലതു മുന്നണിയുടെ കൂട്ടുകക്ഷി ഭരണം, ഇവരുടെ ഐക്യത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിക്കണം. കാരണം ഒരാൾ പറയുന്നു ഞാൻ ഭരണത്തിൽ വന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങളെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ കേരളം മുൻപോട്ടേക്ക് പോവുകയുള്ളൂ, കേരളം രക്ഷപ്പെടുകയുള്ളൂ.